നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ ധാരാളം കുറിപ്പുകൾ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ വൈറലായി മാറുന്നുണ്ട്. എന്തായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയെ അവഹേളിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയതിന് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ആ കേസിലെ പ്രതിയായ പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്ത് അംഗമായ CPM-ന്റെ അംഗമായ ആബിദ ഭായിക്കെതിരെ കേന്ദ്ര ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ ഒരു റിവോൾവറുമായി എത്തി വിവാദത്തിൽപ്പെട്ട ആളുകൂടിയാണ് ഈ CPM-ന്റെ പഞ്ചായത്ത് അംഗമായ ആബിദ ഭായി. ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ തരം തോക്കുകളുടെ ചിത്രങ്ങൾ കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരിൽ നിന്നും IB ഉദ്യോഗസ്ഥർ തെളിവ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വാർത്ത വിശദമായി പങ്കുവച്ചിരിക്കുന്നത് മറുനാടൻ മലയാളി എന്ന മാധ്യമമാണ്. ഇത്രയും ഗൗരവമേറിയ ഒരു കാര്യമായിട്ട് കൂടി ലോക്കൽ പോലീസ് കാണിച്ച അനാസ്ഥയും ഇന്റലിജൻസ് ബ്യൂറോ വിശദമായി തന്നെ പരിശോധിക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്ന വിവരം ആബിദ ഭായിക്ക് പോലീസിൽ നിന്ന് തന്നെയുള്ള ചിലർ ചോർത്തിക്കൊടുത്തു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. ഇതും വിശദമായി തന്നെ IB അന്വേഷിക്കുന്നുണ്ട്. IBയുടെ തെളിവെടുപ്പിൽ ആബിദ കൊണ്ടുവന്നുവെന്ന് പറയപ്പെടുന്ന തോക്ക് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ഒരു പഞ്ചായത്ത് അംഗത്തിനെതിരെ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിശദമായ അന്വേഷണം വരുന്നത് സമീപകാലത്തൊന്നും തന്നെ കേരളം കണ്ടിട്ടില്ല. CPM-ന്റെ അംഗമായതുകൊണ്ട് തന്നെ ഇവർക്ക് രാഷ്ട്രീയപരമായ സ്വാധീനമേറെയാണ്. ഭരണതലപ്പത്തുമൊക്കെ വലിയ പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരക്ഷിതയായി ഇവർ ഒളിവിൽ പാർക്കുന്നതും. എന്തായാലും ഈ റിപ്പോർട്ടുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. നിലവിൽ എന്തായാലും ഈ തോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന കാര്യത്തിലാണോ അതല്ല അയോധ്യ ക്ഷേത്രത്തെ അവഹേളിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചതിന്റെ പേരിലാണോ IB അന്വേഷണം എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. നിലവിൽ എന്തായാലും ഇവർ പല കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്ന് തന്നെയാണ് മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.